അതുപോലെ തന്നെ ഭരണഘടനയും കലാസ്വാതന്ത്ര്യം. Art is a beautiful representation of human civilization itself and we cannot separate an art from an artist. ഒരു ആർട്ടിസ്റ്റിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരത എന്ന് പറയുന്നത് അയാൾക്ക് ദൈവികപരമായിട്ട് കിട്ടിയ അയാളുടെ കലയെ അയാളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. അത് ഒരു പരിധിവരെ ഭരണഘടന റൈറ്റ്സും പ്രകാരം നമ്മൾക്കതിനെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്കതിനെ നേരിടാൻ പറ്റും. ഭരണഘടന നമുക്ക് പറയാൻ പറ്റും, ഭരണഘടന തന്നെ കലാസ്വാതന്ത്ര്യം നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു ലീഗൽ റീസൺ അല്ലെങ്കിൽ ഒരു ലീഗൽ അനലൈസ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതൊരു ഭരണഘടനയുടെ ഫെയിലിയർ തന്നെയാണ്. സോ നമ്മളെല്ലാം കാത്തിരിക്കുന്നത് എന്താണ്, ഒരു പ്രോപ്പർ ലീഗൽ റെസ്പോൺസ് ഉണ്ടാവുന്നതിനാണ്. കലാലോകത്തിനോട് തന്നെ നമ്മൾ ഒരു നീതി, നമ്മൾക്കൊരു ജസ്റ്റിസ് ടു ആർട്ടിസ്റ്റിക് ഫീൽഡ് നമുക്ക് കൊടുക്കാൻ സാധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ 1997 ബൻവാരി ദേവി എന്ന് പറഞ്ഞ സ്ത്രീ തനിക്ക് നേരിട്ട സ്ത്രീ പീഡനത്തിനെതിരെ വോയിസ് റേസ് ചെയ്തില്ലെങ്കിൽ, ഇഫ് ഷി ഡിഡ്ന്റ് കം ഫോർവേഡ് ടു റേസ് ദ വോയിസ് അഗെയിൻസ്റ്റ് ഓൾ ദോസ് അട്രോസിറ്റീസ് ഓർ ദ സെക്ഷൽ അബ്യൂസസ് ഷീ ഹാസ് ടു ഫേസ്, നമ്മൾക്ക് ഇങ്ങനെ ഒരു നിയമം ഉണ്ടാവില്ല, ഇങ്ങനെ ഒരു ചർച്ചയുടെ കാര്യ ആവശ്യം, അങ്ങനെ ഒരു സംഭവം നമുക്ക് നേരിടേണ്ടി വരില്ല. കാരണം ആ സ്ത്രീ നേരിട്ട വിഷമങ്ങൾ, സെക്ഷൽ ഹാരാസ്മെൻറ്റ് അവർ മുന്നോട്ട് വന്ന് പറഞ്ഞു. അപ്പം അതിന് കോടതി ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ജുഡീഷ്യറി ഇടപെട്ടു. ജുഡീഷ്യറി വളരെ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ജഡ്ജ്മെൻറ്റ് എഴുതി. ആ ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിസിലാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾക്കൊരു നിയമം വരെ വന്നത്. ആ നിയമത്തിൻ്റെ ഒരു ലൂപ്പ് ഹോൾ തന്നെയാണ് നമ്മൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്, നമുക്ക് പറയാൻ സാധിക്കും ഒരു പരിധി വരെ. ഇപ്പൊ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരാളുടെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ഒരെണ്ണം വയലേറ്റ് ആയി എന്നതിനർത്ഥം ബാക്കി പല ഫണ്ടമെന്റൽ റൈറ്റ്സും അതിനോടൊപ്പം തന്നെ വയലേറ്റ് ആകപ്പെടുന്നുണ്ട്. ഇപ്പൊ റിപ്പോർട്ടിന്റെ അകത്ത് കാണിക്കുന്നത് ഇവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ നടന്നിട്ടുണ്ട്, അവിടെ ഒരു ആർട്ടിക്കിൾ 15 അവിടെ ഒരു ഇൻഫ്രിഞ്ച്മെന്റ് നടന്നിട്ടുണ്ട് എങ്കിൽ അതോടൊപ്പം ആളുടെ ആർട്ടിക്കിൾ 14 വയലേറ്റ് ആവുന്നുണ്ട്, ഇപ്പോൾ 19 വയലേറ്റ് ആവുന്നുണ്ട്, റൈറ്റ് ടു ലൈഫ് വയലേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ റിപ്പോർട്ട് കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ബേസിക് കമ്മ്യൂണിറ്റീസ് പോലും അവർക്ക് ബേസിക് ആയിട്ട് കിട്ടേണ്ട കാര്യങ്ങൾ പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ സെക്ഷൽ ഹറാസ്മെന്റിന് കൊടുക്കുന്ന പ്രാധാന്യം സ്ത്രീകളുടെ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലെങ്കിൽ ബേസിക് ഹ്യൂമൻ റൈറ്റ് വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ അവർക്ക് ബേസിക് കമ്മ്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാതിരിക്കുന്ന കാര്യങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അവർക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാതിരിക്കുന്നതും ഒരു പ്രോപ്പർ ചേഞ്ചിങ് റൂം പ്രൊവൈഡ് ചെയ്യാതിരിക്കുന്നതുമൊക്കെ ഇതിനെ അവരുടെ ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്നതിന് തുല്യം തന്നെയാണ്. ഇതിനെ കൂടുതലായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് ആർട്ടിക്കിൾ 21 ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിലും ഒരു ഫേമസ് ജഡ്ജ്മെന്റ്, സുപ്രീം കോടതി ജഡ്ജ്മെന്റ് മനേക ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1978 വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആർട്ടിക്കിൾ 21 ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയെ കുറിച്ച് മാത്രമല്ല ഒരു സ്ത്രീക്ക് ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ലൈഫ് ഉണ്ടായിരിക്കണം എന്നതിനെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവരെ അനുഭവിക്കുന്ന ടോർച്ചർ അല്ലെങ്കിൽ ക്രൂഷ്യൽ ആക്ട് അല്ലെങ്കിൽ അവരെ ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് നിർത്തലാക്കണമെന്നും അത് ഒരു ലോയ്ക്ക് എതിരാണ്, അതായത് ആർട്ടിക്കിൾ 21 എതിരാണെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് മനേക ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിൽ എടുത്തു പറയുന്ന കാര്യമാണ്. എന്നാൽ ആർട്ടിക്കിൾ 21 മാത്രമാണോ വയലേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അല്ല. വ്യത്യസ്ത തരമായ, അതായത് ഫണ്ടമെന്റൽ റൈറ്റിൽ ആർട്ടിക്കിൾ 19, 15 ക്ലൂസ് 1, ഡിറക്റ്റീവ് പ്രിൻസിപ്പിളിന്റെ അടിയിൽ വരുന്ന ആർട്ടിക്കിൾ 42 എല്ലാം വയലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അതെല്ലാം വയലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ഇപ്പം റീസെന്റ് നടന്ന കേസ്, അതായത് ആർജിക്കർ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് കൊൽക്കത്തയിൽ നടന്ന കേസ് അതിന് വളരെ റെലവന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ തന്നെയാണ്. ഇത്രയും അൺഫോർച്ചുനേറ്റ് ഇവന്റ് നടന്നതിന്റെ ബേസിക് റീസൺ, ആ കേസിന്റെ ഫാക്ട്സ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയും ആ വിക്ടിമിന് അവരുടെ വർക്ക് പ്ലേസിൽ ബേസിക് കമ്മ്യൂണിറ്റീസ് ഇല്ലായിരുന്നു എന്നുള്ള കാര്യം അതൊരു റെലവന്റ് ആയിട്ടുള്ള റീസൺ ആണ്. അത്രയും അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് ഒരു കാര്യം നടക്കാനുള്ള ഒരു മെയിൻ റീസൺ കൂടിയാണ് അവർക്ക് ബേസിക് കമ്മ്യൂണിറ്റി. അതായത് ഇത്രയും ഹവേഴ്സ് ജോലി ചെയ്തിരുന്ന ഒരു ഡോക്ടറിന് ഒരു റെസ്റ്റിംഗ് റൂം പോലും ഇല്ലാത്ത അവസ്ഥയിൽ അവിടെ ഹോസ്പിറ്റലിലുള്ള ഒരു സെമിനാർ ഹാളിൽ റെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഇത്തരം ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഇവന്റ് നടന്നിരുന്നത്. അതിനാലാണ് ബേസിക് കമ്മ്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം, അത് അവരുടെ മൗലിക അവകാശത്തെ ലംഘിക്കുന്നുണ്ടെന്നും അത് അവരുടെ മൗലിക അവകാശം അവർക്ക് കൊടുക്കണം, അവൈലബിൾ ആയി കൊടുക്കണം എന്നുള്ള കാര്യം ഇത്രയും പ്രാധാന്യമുള്ളതാവുന്നത് ഇതുകൊണ്ടാണ്. അപ്പൊ ഈ ഒരു ബേസിക് കമ്മ്യൂണിറ്റിയുടെ കാര്യം പറയുമ്പോൾ അത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കൂട്ടിച്ചേർത്ത് പറയേണ്ടതാണ് സേഫ്റ്റി എന്നൊരു കാര്യം.
അപ്പോൾ ഏതൊരു വർക്ക് പ്ലേസ് ആയാലും വിമൺ അവിടെ സേഫ് ആയിട്ട് നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ബേസിക് ഫെസിലിറ്റീസിനോടൊപ്പം സെക്യൂർ ആയിട്ടുള്ള എൻവയോൺമെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക ആ ഒരു എംപ്ലോയറിന്റെയും കൂടെ ഒരു ഉത്തരവാദിത്വമാണ്. അതൊരിക്കലും ആ ഒരു എംപ്ലോയറിന് പറ്റത്തില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നമ്മളിപ്പോ കാണുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്, വിമണിന് അവിടെ സേഫ് ആയിട്ട് ഒരു രാത്രി ഉറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥ, സേഫ് ആയിട്ടുള്ള ഒരു അക്കോമഡേഷൻ കിട്ടുന്നില്ല. അപ്പൊ ഇതിനൊക്കെ കൃത്യമായിട്ടൊരു മാറ്റം വരേണ്ട അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് ഈ ഒരു മൂവിയായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആളുകളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ വിമണിന് കൊടുക്കുന്ന അക്കോമഡേഷൻ സേഫ് ആണെന്നും അവിടെ സെക്യൂർ ഡോറും ലോക്കും എല്ലാം ഉണ്ടെന്ന് ഉറപ്പാക്കുക. ബിക്കോസ് ഒരുപാട് ഇൻസ്റ്റൻസ് കോട്ട് ചെയ്യുന്നുണ്ട്, ലൈക്ക് രാത്രി നോക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ പൂട്ട് തുറന്നു വരുന്നതും ഇടിവാതിൽ തള്ളി തുറക്കുന്നതും. ദെൻ ദാറ്റ് വർക്ക് പ്ലേസ് ബിക്കംസ് എ വെരി ടോക്സിക് പ്ലേസ് ഫോർ ദം. അത് അവരുടെ മൊത്തത്തിൽ വർക്കിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ വായിക്കുമ്പോൾ അതിൽ ഒരുപാട് ഇൻസ്റ്റൻസ് ഇങ്ങനെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഹൗ ദിസ് വർക്ക് പ്ലേസ് ബിക്കംസ് എ വെരി ടോക്സിക് പ്ലേസ് ഫോർ ദിസ് വിമൺ. അവരുടെ വർക്ക് പ്ലേസ് ആണ്, അവർ സന്തോഷത്തോടെ വർക്ക് ചെയ്യേണ്ടത്. നേരത്തെ ബബിത ചേച്ചി പറഞ്ഞ പോലെ അവർ ഏറ്റവും സന്തോഷത്തോടെ നിൽക്കേണ്ട ഒരു പ്ലേസിൽ അവർക്ക് എന്നും അവരുടെ വീട്ടുകാരെ കൊണ്ടുപോയി അല്ലെങ്കിൽ സുരക്ഷിതരായിട്ട് രാത്രി ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. സോ ദാറ്റ് ഹാസ് ടു ബി ചേഞ്ച്ഡ്. അപ്പോൾ ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് ഹേമ കമ്മിറ്റിയിൽ പറയുന്നത് ഒരു ഗൈഡ് ലൈൻ കൊണ്ടുവരണം. ഒരു സ്റ്റാർട്ടിങ് ഫ്രം ദി രജിസ്ട്രേഷൻ, പ്രൊഡ്യൂസേഴ്സിന്റെ ഒരു രജിസ്ട്രേഷൻ വേണമെന്നാണ് പറയുന്നത്. അതായത് കൃത്യമായിട്ടൊരു ഫോറം, ഇനി നിലവിൽ ഫോറം ഇല്ലെങ്കിൽ പുതുതായി ഗവൺമെന്റ് ഒരു ഫോറം കൊണ്ടുവന്നിട്ട് കൃത്യമായ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്. എന്തിനാണെന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റാബേസ് കിട്ടാൻ വേണ്ടിയാണ്, ഒരു ലീഗാലിറ്റി കൊണ്ടുവരാൻ വേണ്ടി. അതുപോലെ ഒരു റിട്ടൺ കോൺട്രാക്ട്, സിനിമ ആക്ടേഴ്സിന് മാത്രമല്ല എല്ലാ മേഖലയിൽ നിൽക്കുന്ന ഒരു സിനിമയ്ക്ക്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ, കോമൺ പീപ്പിൾ ചിന്തിക്കുമ്പോൾ ആക്ടേഴ്സിനെയാണ് ചിന്തിക്കുന്നത്. സിനിമ ഇൻഡസ്ട്രിയിലെ എംപ്ലോയി റിലേഷൻ ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ആക്ടേഴ്സ്, ഡയറക്ടർ, പ്രൊഡ്യൂസർ. പക്ഷെ ഇത് മാത്രമല്ല, ഒരുപാട് സ്റ്റാർട്ടിങ് ഫ്രം ദി ഹെയർ സ്റ്റൈലിസ്റ്റ്, ഫ്രം ജൂനിയർ ആർട്ടിസ്റ്റ്, ടെക്നീഷ്യൻസ്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഇവരുടെ എല്ലാം റൈറ്റ്സ് വയലേറ്റ് ആവുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അപ്പോ അതിനെല്ലാം മാറ്റം വരുന്ന രീതിയിലേക്കായിരിക്കണം നമ്മുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു കമ്മിറ്റി റിപ്പോർട്ട് വന്നു, ഇതിന്റെ പേരിൽ ഒരു ചർച്ച നടന്നു, ഇതിവിടെ കഴിയേണ്ട ഒരു കാര്യമല്ല. ദിസ് ഹാസ് ടു ബി ടേക്കൺ ഓവർ ആൻഡ് ഇത് ടേക്കപ്പ് ചെയ്ത് ഗവൺമെന്റ് ആയാലും അതോടൊപ്പം തന്നെ NGOs ആയാലും എല്ലാവരും തന്നെ ഇതിനു വേണ്ടി അഡ്വക്കേറ്റ് ചെയ്ത് ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഈ ഒരു മലയാളം ഇൻഡസ്ട്രിയിൽ മാത്രമല്ല ഈ ഒരു പ്രശ്നമുള്ളത്, ഇറ്റ്സ് ദെയർ ഇൻ എനി ഇൻഡസ്ട്രി. പക്ഷെ പുറത്ത് വരുന്നില്ല. സോ വാട്ട് വി നീഡ് ഇസ് എ ചേഞ്ച് ഇൻ ദ എൻറ്റയർ ആറ്റിറ്റ്യൂഡ് ഓഫ് ഈച്ച് ആൻഡ് എവ്രി വൺ. അപ്പോൾ ഒരു ഡിസിഷൻ മേക്കിംഗ് ലെവലിൽ നിൽക്കുന്ന ഒരാളായാലും, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒന്ന് രണ്ട് നല്ല റെക്കമെൻഡേഷൻസ് ആയിട്ട് പറയുന്നത് ഒരു വെൽഫെയർ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക, ജൂനിയർ ആർട്ടിസ്റ്റിനായാലും ടെക്നീഷ്യൻസിനായാലും എസ്പെഷ്യലി വിമൺ ആർട്ടിസ്റ്റിന് വേണ്ടി. ബിക്കോസ് ഇപ്പൊ മെറ്റേണിറ്റി ബെനിഫിറ്റ്സ് ആയാലും അല്ലെങ്കിൽ മറ്റ് ആക്സിഡന്റൽ കാര്യങ്ങൾ വരുമ്പോഴുള്ള എക്സ്പെൻസ് ആയാലും അവർക്കിപ്പോൾ ഒരു വെൽഫെയർ ഫണ്ടോ അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഒരു മെയിൻ റെക്കമെൻഡേഷൻ ആയിട്ട് പറയുന്നത് വെൽഫെയർ ഫണ്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എല്ലാത്തിനും ഒരു ലീഗാലിറ്റി കൊണ്ടുവരിക, ഒരു കൃത്യമായ ഒരു ഡേറ്റാബേസ് പോലെ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്, പ്രൊഡ്യൂസേഴ്സിന്റെ രജിസ്ട്രേഷൻ. അപ്പൊ അതുപോലെ ഒരു റിട്ടേൺ കോൺട്രാക്ട് വരുമ്പോൾ ഒരു ചേഞ്ച് ഉണ്ടാവാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അതായത് വ്യക്തമായിട്ട് രണ്ട് പാർട്ടീസിന്റെയും റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസും അതുപോലെ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നും എത്ര റെമ്യൂണറേഷൻ ആണ് കൊടുക്കുന്നതെന്നും എല്ലാം പറഞ്ഞുകൊണ്ടൊരു കോൺട്രാക്ട് വരുവാണെങ്കിൽ കുറേയേറെ ഡിസ്പ്യൂട്ട്സ് നമുക്ക് അങ്ങനെ തന്നെ പരിഹരിക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു റെക്കമെൻഡേഷൻ ട്രിബ്യൂണലിന്റെ കാര്യം. സോ അത് ഗവൺമെന്റ് ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ട്രിബ്യൂണൽ കൊണ്ടുവന്നിട്ട് ജസ്റ്റിസ് ഹേമ ഹാസ് ബ്യൂട്ടിഫുള്ളി മെൻഷൻഡ് ദ പവേഴ്സ് ഓഫ് ദി ട്രിബ്യൂണൽ, എസ്പെഷ്യലി പ്രൊസീഡിംഗ്സ് ആർ ടു ബി ഹെൽഡ് ഇൻ ക്യാമറ. അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കെതിരെ പണിഷ്മെന്റ് പോകണം. നോർമൽ കോർട്ടിനും കൂടെ ഇതിനോടൊപ്പം തന്നെ കേസ് എടുക്കാനുള്ള പവർ കൊടുക്കുക. അതുപോലെ തന്നെ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ മൈനേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേര് പല പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. സോ അവരുടെ ആ പ്ലൈറ്റും കൂടെ സൊല്യൂഷൻസ് കാണുമ്പോൾ കൃത്യമായി കാണുക. അതുപോലെ തന്നെ ഇത് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദിസ് ആക്ട്, എംപ്ലോയർ റിലേഷൻഷിപ്പ് വരുന്നതിന് മുന്നേ തന്നെ സെക്ഷൽ ഫേവേഴ്സ് ചോദിക്കുന്നതും കാസ്റ്റിംഗ് കൗച്ചും അതുപോലെ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അഡ്രസ് ചെയ്യുക എന്നുള്ളതും കൂടി നിയമപരമായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത് സിനിമ വ്യവസായത്തിൽ നടക്കുന്ന വലിയ അതിക്രമങ്ങളെ വെളിച്ചത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രാഥമികമായിട്ടും ഈ ക്രിമിനൽ ഒഫൻസസിലാണ് ഡീൽ ചെയ്യുന്നത്. ഇപ്പോൾ ക്രിമിനൽ ഒഫൻസസ് വരുമ്പോഴത്തേക്കും ഈ വിവേചനം, ലൈംഗിക ചൂഷണം എന്നീ കുറ്റങ്ങളെ ഈ BNS അതിൻ്റെതായിട്ടുള്ള സെക്ഷൻസ് ധാരണ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് അതൊരു കുറ്റകൃത്യമായി തന്നെ കാണപ്പെടും. ഇപ്പോൾ സിവിൽ ഒഫൻസിന്റെ കാര്യം വരുമ്പോഴത്തേക്കും അതൊരു
അതർ സൈഡ് ഓഫ് ദി കോയിൻ എന്ന് തന്നെ പറയാം. ഈ ക്രിമിനൽ ഒഫൻസസ് കൂടാതെ തന്നെ ഇപ്പോൾ സിവിൽ ഒഫൻസ് ആയിട്ട് നെഗ്ലിജൻസ് അല്ലെങ്കിൽ ഇന്റൻഷണൽ ഹാം വരുമ്പോൾ ഈ വിക്ടിംസിന് അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ അവർക്ക് ഈ ഒരു കാര്യത്തിൽ ടോർട്ട് നിയമത്തിന്റെ അടിയിൽ സംരക്ഷണം തേടാവുന്നതാണ്. ഇപ്പോ വേറൊരു കാര്യം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഈ കോൺട്രാക്റ്റിലുള്ള ലംഘനമാണ്, കോൺട്രാക്റ്റിലോ. അപ്പോൾ അതിന്റെ അടിയിൽ എന്തെങ്കിലും ലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് സ്പെഷ്യൽ പെർഫോമൻസ് അല്ലെങ്കിൽ കോമ്പൻസേഷൻ തേടാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഒരു നിയമത്തിന്റെ വശത്തിലൂടെ നമുക്ക് നേടാൻ പറ്റുന്ന മൂല്യങ്ങൾ. വേറെ ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസും ഏറ്റവും കൂടുതൽ പ്രാബല്യമുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ലേബർ നിയമങ്ങളാണ്, ലേബർ ലോസ്. അപ്പോൾ അതിന്റെ അടിയിൽ വേറെ കുറെ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഫേസ്റ്റ്ലി സെക്ഷൽ ഹറാസ്മെന്റ് ഓഫ് വിമൻ അറ്റ് വർക്ക് പ്ലേസസ് ആക്ട് ആവട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ മിനിമം വേജസ് ആക്ട് ആവട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഈക്വൽ റെമ്യൂണറേഷൻസ് ആക്ട്. ഈ 3 നിയമങ്ങളുടെ അടിയിലാണ് ഈ ഒരു റിപ്പോർട്ട് പ്രാഥമികമായി കറങ്ങുന്നത്. പിന്നെ ഇതിനനുസരിച്ചുള്ള കേസുകളുമുണ്ട്, കേസ് ലോസ്. ഫേസ്റ്റ്ലി ഇപ്പോൾ വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ എന്ന കേസ് ആവട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ദത്തത്രേയ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, അപ്പാരൽ പ്രൊമോഷൻ കൗൺസിൽ വേഴ്സസ് AK ചോപ്ര എന്നിവ കേസുകളെല്ലാം അവയും ഈ അവയുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളും ആണ് ഈ ഒരു വിഷയത്തിൽ ഒരു ഫൗണ്ടേഷനായി നിന്ന് നീതി നടപ്പിലാക്കാൻ പോകുന്നത്. അത് തന്നെയാണ് ഈ ഒരു പ്രസിഡൻസിന്റെ ഒരു മൂല്യനിർണ്ണയം എന്ന് പറയുന്നത്. അപ്പോ എല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രാകൃതമായ മാനുഷിക വികാരങ്ങൾ, അത് ആണിൻ്റെതാവട്ടെ പെണ്ണിൻ്റെതാവട്ടെ, ഇപ്പൊ ഒരു അൺബ്രൈഡൽ അല്ലെങ്കിൽ ഒരു അൺഅഡോൺഡ് സബ്മിസിവ്നെസ് ഓഫ് ഫീമെയിൽസ്, അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ ഒരു പ്രൈമൽ ഇൻസ്റ്റിങ്സ് ഓഫ് മെയിൽസ്, അതിനെയൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു നിയമം കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. പിന്നെ ഒരു അവബോധം സൃഷ്ടിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ഈ ഒരു ഘട്ടത്തിൽ. ഒരു അവബോധം ഈ പൊതുജനങ്ങളുടെ ഇടയിൽ സൃഷ്ടിക്കേണ്ടതും പ്രോത്സാഹിപ്പിക്കേണ്ടതും ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അത് എഡ്യൂക്കേഷൻ പോളിസീസ് വഴി മാറ്റം വരുത്തേണ്ടതാണ്. വേറൊരു കാര്യം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം ഒരുക്കേണ്ടത് വളരെ പ്രാഥമികമാണ്. ഈ ഒരു ഘട്ടത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അട്രോസിറ്റീസ്, അതിന് ഒരു പരിഹാരമായിട്ട് നിയമം തന്നെ ഉള്ളൂ അവർക്ക്. അപ്പോൾ അതിനനുസരിച്ച് നിയമ നടപടികൾ നടക്കേണ്ടതുണ്ട്. ഇപ്പൊ ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി അല്ലെങ്കിൽ ഒരു റിഡ്രസൽ ഫോറം തന്നെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ അതിൽ വിമൻ ഒരു മെയിൻ പാർട്ടായിരിക്കണം. ഇപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിൽ വിമൻ ഒരു മെയിൻ റോള് കൊടുക്കണം. അതുപോലെ ഇപ്പോൾ ഒരു ആക്ടിങ് ഫീൽഡിലേക്ക് മാത്രം ചുരുങ്ങാതെ, ഇപ്പോൾ ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൂവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരുപാടധികം മറ്റ് മേഖലകളിലേക്ക് കൂടി സ്ത്രീകളുടെ പങ്കാളിത്തം കുറച്ചധികം കൂട്ടാനുള്ള മെഷേഴ്സ് കൂടി നമ്മൾ എടുക്കണം. അപ്പോൾ ഒരുപക്ഷെ ഈ വിഷയങ്ങളൊക്കെ ഇവരുടെ റോൾ ഇൻക്രീസ് ചെയ്യുന്നതോടുകൂടി, ഈ ഒരു പവർ ഇൻക്രീസ് ചെയ്യുന്നതോടുകൂടി ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകാം, ഒരു പ്രിവെൻഷൻ ഇതിലൂടെ നടന്നേക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ട സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇറ്റ്സ് റിയലി വെരി ഇൻസ്പയറിങ്. WCC എന്ന് പറഞ്ഞൊരു ബോഡി രൂപീകരിക്കപ്പെട്ട് അതേപോലെ തന്നെ അവർ മുന്നോട്ട് വന്നതും ദേ വാസ് ലൈക്ക് വാട്ട് ദ വോയിസ് ഓഫ് സോ മെനി സബ്ജുഗേറ്റഡ് വിമൻ ഓവർ ദെയർ. അപ്പോൾ വിമൻ കളക്റ്റീവ് ഇൻ സിനിമ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഉള്ളതുപോലെ തന്നെ വേറെ കുറേ അധികം ഇൻഡസ്ട്രിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കട്ടെ. So, as they have already mentioned, there is an innate connection between fundamental rights and constitutional law. So, an blatant attack against fundamental rights is obviously an infringement upon the Constitution and its sanctity, its purity, and its integrity. So, therefore, in this particular case, Articles 14, 15, 19, 21, 23, and 39, specific sections of 39 are being violated. And therefore, we can analyze and we can scrutinize this report that has been given for our perusal, and then we can safely deduce that there needs to be certain reforms that constitute a better future for all genders.